ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങളാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കർത്താവായ ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോ മിശിഹ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗീയ പിതാവ് ഒരു സഹായകനെ തരും. ആ സഹായകൻ്റെ പേര് നമ്മൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവം. ആരെല്ലാം എന്നെ സഹായത്തിനായിട്ട് വിളിക്കുന്നോ അവനെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് അയച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവം ആ പരിശുദ്ധാത്മാവായ ദൈവത്തോട് സഹായത്തിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം, യാചിക്കാം. ഏത് കാര്യത്തിനാണോ നിങ്ങൾ സഹായം ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ആ നിമിഷം തന്നെ ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. അവൻ ലോകത്തിൽ അറിയപ്പെടുന്നത് സഹായകനായിട്ടാണ്. അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വേദനിക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കുവാൻ വേണ്ടിയാണ്. ആയതിനാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തായിരുന്നാലും ലോകത്തിൻ്റെ മുന്നിലേക്ക് കൈനീട്ടി ചെല്ലുന്നതിന് പകരം, പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ നീ സഹായിക്കണേ, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവേ എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മേൽ നീ തീരുമാനം കൈക്കൊള്ളണമേ, എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന നിമിഷം സന്തോഷത്തോടെ ആ ചോദിച്ച വ്യക്തിക്ക് ആ സഹായം ചെയ്തു തരാൻ ദൈവം ഇറങ്ങി വരും. കാരണം ആ സഹായകൻ നമ്മൾക്ക് വാഗ്ദാനമായി ലഭിച്ചതാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ 8000-ത്തിലധികം വാഗ്ദാനങ്ങൾ നമ്മൾക്ക് വേണ്ടതാണ്, നമുക്ക് ലഭിക്കേണ്ടതാണ്. ആയതിനാൽ വിശ്വാസത്തോടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണുനീർ തുടച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മേൽ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണും. മനുഷ്യന് അസാധ്യമായത് സർവശക്തനായ ദൈവത്തിന് സാധ്യമാണെന്ന് നിങ്ങൾ കാണും. നിങ്ങളെ സഹായിക്കുവാൻ എപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവീക സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മുന്നിലുള്ള നിങ്ങളെ സഹായിക്കാനുള്ള ചവിട്ടുപടികളായി മാറട്ടെ എന്ന്
ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ 24 മണിക്കൂറും നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉള്ളതിന് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏതാഗ്രഹത്തിൻ്റെ മേലും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.